കള്ളാടിയിലുണ്ടായ മണ്ണിടിച്ചിൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയുമായി റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാർ രംഗത്തെത്തി. ദുരന്തമേഖലയിലെ പ്രവർത്തനങ്ങളിൽ സർക്കാർ കൃത്യമായ കാഴ്ചപ്പാടോടെയാണ് മുന്നോട്ടുപോകുന്നതെന്നും നിലവിൽ രക്ഷാദൗത്യത്തിനാണ് പ്രഥമ പരിഗണന നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദുരന്തത്തിൽപ്പെട്ട് കാണാതായ 2 പേർക്കായുള്ള തിരച്ചിൽ പ്രവർത്തനങ്ങൾ ഇപ്പോഴും ഊർജിതമായി തുടരുകയാണ്. ദേശീയ ദുരന്തനിവാരണ സേനയും ഫയർഫോഴ്സും ചേർന്നാണ് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. കള്ളാടിയിലെ നിലവിലെ സാഹചര്യം പ്രതിപക്ഷ നേതാവ് ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ലെന്ന് മന്ത്രി പറഞ്ഞു. ഞങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും രക്ഷാദൗത്യത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അതീവ ജാഗ്രത തുടരുകയാണ്. വയനാട് ഉൾപ്പെടെയുള്ള വടക്കൻ കേരളത്തിലെ 5 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ സർക്കാർ ഉന്നതതല ഇടപെടൽ തുടരുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.